മാസപ്പടി വിവാദത്തിൽ വീണ വിജയനെ ന്യായീകരിച്ച സിപിഐഎം രേഖ. വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകൾ വഴി നടത്തിയ ഇടപാടെന്നാണ് ന്യായീകരണം. വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയമാണ് വിവാദമാക്കിയത്. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് തേജോവധം ചെയ്യുകയാണെന്നും രേഖയിൽ വിമർശനമുണ്ട്. നിയമസഭാ മണ്ഡലം ശില്പശാലയിൽ അവതരിപ്പിച്ച രേഖയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ സിപിഐഎം ന്യായീകരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ എന്ന തലക്കെട്ടിലുള്ള ഖണ്ഡികയിലാണ് വീണയുടെ പേര് പറയാതെ എക്സാലോജി കമ്പനിയും കരിമണൽ കമ്പനിയും ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തെപ്പറ്റി പരാമർശമുള്ളത്. വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ ഇടപാടെന്നാണ് മാസപ്പടി വിവാദത്തെ രേഖയിൽ വിശേഷിപ്പിക്കുന്നത്. ബാങ്ക് വഴി നടന്ന ഇടപാടിനെ വക്രീകരിക്കുകയാണെന്നും രേഖ കുറ്റപ്പെടുത്തുന്നു. കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ അവരുടെ ഭാഗം കേൾക്കാതെയാണ് പ്രചരണം നടത്തിയത്. ഇത്തരത്തിൽ നാടിൻ്റെ വികസനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുന്നത് രാഷ്ട്രീയ അജണ്ടയായി മാറിയിരിക്കുന്നുവെന്നും രേഖ കുറ്റപ്പെടുത്തുന്നു. സർക്കാരിന് പുറമെ മുഖ്യമന്ത്രിയെയും ഒറ്റതിരിഞ്ഞാക്രമിക്കുകയാണെന്നും വിമർശനമുണ്ട്. വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കള്ളക്കഥകൾ മെനയുന്ന രീതി കേന്ദ്ര ഏജൻസികളുടെ സാന്നിധ്യത്തിൽ നടന്നു വരികയാണ്. സ്വർണം എവിടെ നിന്ന് വന്നു, ആരിലേക്ക് എത്തി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തത വരുത്താനാണ് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള അന്വേഷണത്തിന് പകരം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും തേജോവധം ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നാണ് രേഖ ഉന്നയിക്കുന്ന പരാതി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.